ഒരു ഇലക്ഷൻ ആകുമ്പോഴാണ് എത്രത്തോളം ഒരു പാർട്ടിക്ക് അധപ്പതിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ പാർട്ടി മാത്രമല്ല, സർക്കാരും ഒപ്പം അധപ്പതിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്, വി ഡി സതീശനും പുനർജനി വിഷയവും. ഈ പുനർജനി കേസിൽ വി ഡി സതീശന് ക്ലീൻ ചിറ്റ് ലഭിച്ചൊരു വ്യക്തിയാണ്. ഇതിനെ സംബന്ധിച്ച കത്ത് സെപ്റ്റംബറിൽ തന്നെ പുറത്തു വന്നതാണ്. ഇതിൽ ക്ലീൻ ചീറ്റ് കിട്ടിയ വി ഡി സതീശനെ ഇനിയിപ്പോൾ CBI അന്വേഷണത്തിന് ഈ കേസ് വിധേയമാക്കണമെന്നാണ് വിജിലൻസിൻ്റെ ആവശ്യം. ഇത് എന്ത് ന്യായമാണ്? ഈ 5-4 വർഷം തോന്നാത്ത ഒരു കാര്യം 4 മാസം മാത്രം അകലെ ഒരു ഇലക്ഷൻ ഉള്ളപ്പോൾ ഒരു വ്യക്തിക്കെതിരെ കാണിക്കുന്നത് ആ വ്യക്തിക്കെതിരെ വേറൊന്നും പറയാനില്ല. നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ? കാരണം വേറെ ഒരു രീതിയിലും കുരുക്കാൻ വയ്യ. അതുകൊണ്ട് ഒരു കേസിലകപ്പെടുത്തി, ഇല്ലാത്തൊരു കേസിലകപ്പെടുത്തി, അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് കിട്ടിയ കേസിലകപ്പെടുത്തി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളെ കൊണ്ടുവന്ന് അകപ്പെടുത്തി, അതാണോ പെണ്ണോ ആയിക്കോട്ടെ, അത്തരം ആളുകളെ കൊണ്ടുവന്ന്, കള്ള നാണയങ്ങളെ കൊണ്ടുവന്ന് ഒരു വ്യക്തിയെ എങ്ങനെ കൊടുക്കാമെന്ന് ഈ പാർട്ടിക്ക് മാത്രമേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഈ സർക്കാരും അതിനൊപ്പം കൂട്ടു നിൽക്കുകയാണ്. വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലുള്ള പിന്തുണയും പ്രതീക്ഷയും വളരെ വലുതാണ്. പ്രതിപക്ഷ നേതാവിനുള്ള ഒരു ഐഡിയൽ കാൻഡിഡേറ്റ് തന്നെയായിരുന്നു വി ഡി സതീശൻ എന്ന് നമ്മൾ ഈ 5 വർഷം കണ്ടൊരു കാര്യമാണ്. എനിക്ക് വി ഡി സതീശനോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. അദ്ദേഹത്തിന് പല ഡ്രോബാക്സും ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും അടുത്ത ഇലക്ഷന് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും സാധ്യത കൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കേസിൽ കുടുക്കി കോൺഗ്രസിൻ്റെ ഇമേജ് കളയുക, ഇതെന്ത് ചീപ്പ് പരിപാടിയാണ്? അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർ തന്നെ സ്വയം ചോദിക്കണം. ഇത്രയും തരം താഴ്ന്നാൽ ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ ഈ പാർട്ടിയിൽ എത്ര പേര് ബാക്കിയുണ്ടാകും? ഒരുപാട് യങ്സ്റ്റേഴ്സ്, ഒരുപാട് യൂത്ത്, അതായത് ഒരുപാട് യുവാക്കൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഒരു വ്യക്തിയെ കേസിലകപ്പെടുത്തുക. 4 മാസം ഇലക്ഷൻ ഉണ്ടെങ്കിൽ, 4 മാസം കഴിഞ്ഞൊരു ഇലക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോഴേ ഒരു കേസ് ഉണ്ടാക്കി വെക്കുക. അദ്ദേഹത്തിന് അപ്പം കുറച്ച് ചോദ്യം ചെയ്യലും പറ്റിക്കലുമായിട്ടൊക്കെ അങ്ങ് പോവുക. ഇങ്ങനെ ഇത്രയും അത് ജനങ്ങൾക്ക് മനസ്സിലാകൂല എന്നാണ് ഈ പാർട്ടി വിചാരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം തരം താഴുന്നു. ഒരു ജനത അതിന് സാക്ഷിയാകുന്നു, മൂകസാക്ഷി. ഇവർ വിചാരിക്കുന്നത് ഇതൊക്കെ കണ്ട് ഇലക്ഷൻ ആകുമ്പോൾ അവർക്ക് ചെന്ന് വോട്ട് കുത്തും എന്നാണ്. തെറ്റാണ്. വി ഡി സതീശൻ്റെ ജനപിന്തുണ 100 മടങ്ങ് കൂടിയിരിക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത 60-70% കൂടിയിരിക്കുന്നു. കോൺഗ്രസിൽ മാത്രമല്ല, ജനങ്ങൾക്കിടയിലും ഇനി ഒരു അഭിപ്രായം വരും അടുത്ത മുഖ്യമന്ത്രി വി ഡി സതീശനാണെന്ന്. അതിനുള്ള പരിപാടിയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ കാണിച്ചു വെക്കുന്നതൊക്കെ. നിങ്ങൾ എത്രത്തോളം അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തുന്നോ അത്രത്തോളം നിങ്ങളുടെ കോൺഗ്രസിൻ്റെ പണി കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു, നിങ്ങളെപ്പോലുള്ളവരൊക്കെ വാർത്താ സമ്മേളനം, ചില വ്യക്തികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, എന്നും വാർത്താ സമ്മേളനം നടത്തുകയാണെങ്കിൽ കോൺഗ്രസിന് തന്നെയാണ് നല്ലത്. കാരണം ഓരോ വാർത്താ സമ്മേളനവും നിങ്ങൾ കോൺഗ്രസിനെതിരെ നടത്തുമ്പോൾ നിങ്ങൾക്കെതിരെ തന്നെ അതൊരു ആയുധമായി തിരിയുകയാണ്. സത്യം പറയാലോ, ഈ 10 വർഷം സർക്കാർ ചെയ്ത പല നല്ല കാര്യങ്ങളും ഉണ്ട്. അതില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അത് സത്യമാകില്ല. എന്ന് പറഞ്ഞ് നിങ്ങളെ ഇനിയും എലക്ട് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയും നിങ്ങൾ ഈ 10 വർഷവും കാണിച്ചിട്ടില്ല. അത്രയും വലിയൊരു ഡെവലപ്മെൻ്റ് ഒന്നും അല്ല കാഴ്ചവെച്ചിരിക്കുന്നത്. മാത്രമല്ല, അഴിമതികളുടെ ഒരു കൂമ്പാരമായിരുന്നു ഈ 10 വർഷവും എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, ജനങ്ങൾ വിലയിരുത്തുന്നതാണിത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഇരിക്കെ ഇപ്പോൾ വീണ്ടും ഒരു കേസ് കൊണ്ടുവന്ന് ഇത് സർക്കാർ സർക്കാരും വിജിലൻസും കൂടെ ഒരു ഒത്തുകളിയാണെന്ന് പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് ഇത്രയും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറിനെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? ഉമ്മൻചാണ്ടിയുടെ കാര്യമാണ് ഇപ്പോൾ ഓരോ മലയാളിയും ഓർക്കുന്നത്. സത്യം, എൻ്റെ മനസ്സിലോട്ട് ആദ്യം വന്നത് ഉമ്മൻചാണ്ടിയുടെ കാര്യമാണ്. എത്രത്തോളമാണ് അദ്ദേഹം സഫർ ചെയ്തത്, എത്രത്തോളം കഷ്ടപ്പെട്ടു. ഒടുക്കം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിശുദ്ധനായി. വി ഡി സതീശനെയും അതുപോലെയാണ് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെങ്കിൽ കേരള ജനത നിങ്ങളോട് പൊറുക്കില്ല. കാരണം ഇനി വരുന്ന ഇലക്ഷൻ നാളുകളിൽ LDF തോക്കാനുള്ള ഒരു വലിയൊരു കാര്യമാണ് LDF സ്വയം ചെയ്തു വച്ചിരിക്കുന്നത്. ഇലക്ഷൻ എടുത്തു തോൽക്കാൻ തയ്യാറായിക്കൊള്ളൂ. ഈ വീഡിയോ നിങ്ങൾ അപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു സബ്സ്ക്രൈബ് തരിക. കാരണം ഇലക്ഷൻ ആവുന്നത് വരെ, ഇലക്ഷൻ്റെ തലേ ദിവസം വരെ എന്നും ഇലക്ഷനെ കുറിച്ച് എന്തൊക്കെയാണ് ഇവർ കോപ്പ് കൂട്ടുന്നത് എന്ന് ഓരോ വീഡിയോ രൂപത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടെ പോരൂ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഡോണ്ട് ഫർഗെറ്റ് ടു കമൻറ്റ്.